ഇലക്ട്രിക് ബൈക്കുകൾക്കും ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും പവർ പോരാ, പെർഫോമൻസ് പോരാ എന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ അൾട്രാ വയലറ്റിൻ്റെ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യാം. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അത്രയ്ക്കും ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറിയാണ് ഈ ഒരു ബൈക്ക്. 0 to 100 എന്ന് പറയുന്നത് ജസ്റ്റ് 7.7 സെക്കൻഡ്സിൽ ബാറ്ററി റേഞ്ച്. 323 ഡ്യുവൽ ചാനൽ ABS ആണ്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. 3 ലെവൽ വരുന്നുണ്ട്. ഒരാളിത് വണ്ടി എടുത്തുകൊണ്ട് പോയി എവിടെയാണ് വണ്ടി ഇരിക്കുന്നതെന്നുള്ള ലൊക്കേഷനൊക്കെ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. ചാർജിങ് പോർട്ട് വരുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ്. 4.5 hours ഫുൾ ചാർജ് ആവും. സ്പെഷ്യലി കൊച്ചിയിൽ തന്നെ ഉടനെ തന്നെ വരും. കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ വണ്ടി സ്റ്റോപ്പായി നിൽക്കും. വാറണ്ടി എന്ന് പറയുന്നത് 8 lakhs കിലോമീറ്റർ അല്ലെങ്കിൽ 8 years ആണ്. എവിടെ നിന്ന് നോക്കിയാലും ആൾക്കാർ നമ്മളെ ഒന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളപ്പോൾ ഉള്ളത് അൾട്രാ വയലറ്റ് F77 Mark II എഡിഷനാണ്. ഇതൊരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആണ്. ഒരു സ്മൂത്ത് റൈഡ് ഫീലാണ് എനിക്ക് കിട്ടിയത്. വണ്ടിയുടെ ലുക്ക് ഒരു രക്ഷയില്ല. പോളി ഡിസൈനാണ്. വളരെ യൂണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് ആണ് അൾട്രാ വയലറ്റ് F77 ഫസ്റ്റ് ജെൻ മുതൽ ഇങ്ങോട്ട് അവർ ചെയ്തിരിക്കുന്നത്. കുറേയധികം നല്ല കളർ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഫെയറിങ്ങിൽ എവിടെയും പെട്ടെന്ന് നട്ടും ബോൾട്ടും അങ്ങനെയുള്ള ഫാസ്റ്റനേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ ഒരു മീറ്റർ കൺസോൾ ഡിസൈൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി തരുന്ന ഒരു മീറ്റർ കൺസോളാണ്. കുറേയധികം ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാം. പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ കിടിലം പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പവർ ഡെലിവറിയാണ്. ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. അതായത് 40 PS പവറും അതുപോലെ 100 Nm ടോർക്കുമാണ് ഇതിനകത്ത് നിന്ന് ഡെലിവറി ചെയ്യുന്നത്. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും എത്രത്തോളം കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്കാണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടും. പേപ്പറിൽ കാണുന്നതിനേക്കാളും ഭീകര പവർ ഡെലിവറിയാണ് റിയൽ ലൈഫിൽ നമ്മളിതിൻ്റെ ബലിസ്റ്റിക് മോഡിട്ട് ഓടിക്കുന്ന സമയത്ത്. ഇതുണ്ടോ, പടപടേന്ന് പറഞ്ഞിട്ടാണ് സ്പീഡോമീറ്ററിലെ സ്പീഡ് കയറുന്നത് ബലിസ്റ്റിക് മോഡിൽ. അപ്പോൾ 0 to 100 എന്ന് പറയുന്നത് ജസ്റ്റ് 7.7 സെക്കൻഡ്സിൽ റീച്ച് ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതുപോലെ ബാറ്ററി റേഞ്ച് മാക്സിമം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ബൈക്കാണ് അൾട്രാ വയലറ്റ് F77 Mark II. 3 റൈഡിംഗ് മോഡ്സ് ആണുള്ളത്. ഗ്ലൈഡ്, കോമ്പാറ്റ്, ബലിസ്റ്റിക്. ഗ്ലൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ലോ പവർ മോഡാണ്. അതിൽ മാക്സിമം മൈലേജ് കിട്ടും. അതായത് ബാറ്ററി റേഞ്ച് ഒരു 323 IDC പറയുന്നത്. പക്ഷേ നിങ്ങൾ റീജനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ കോമ്പാറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു മോഡാണ്. അതായത് പെർഫോമൻസ് കുറച്ച് വേണം, അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി റേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ കോമ്പാറ്റ് മോഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബാറ്ററി റേഞ്ച് അല്ല, കൂടുതലും നിങ്ങൾക്കൊരു പൊളിച്ചോടിക്കണം അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് പവർ ഡെലിവറി അങ്ങനെ ആഗ്രഹിച്ചിട്ട് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബലിസ്റ്റിക് മോഡ് ഒരു രക്ഷയില്ല. നിങ്ങളെ 100% ഇംപ്രസ് ചെയ്യും. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റായിട്ട് പറയാനായിട്ടുള്ളത് 10 റീജൻ മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലെവൽ. അൾട്രാ വയലറ്റ് ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി 323 കിലോമീറ്റർ ആണ് ഫുൾ ചാർജിൽ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പഴയ വെർഷനെ അപേക്ഷിച്ചിട്ട് പഴയത് 307 കിലോമീറ്റർ ആയിരുന്നു IDC റേഞ്ച് പറഞ്ഞത്. ഇപ്പോൾ വന്നിരിക്കുന്നത് 323 IDC ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ജെൻ ഓടിച്ച സമയത്ത് റിയൽ ലൈഫിൽ എനിക്കൊരു 270 അടുത്ത് കിലോമീറ്റർ റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ബാറ്ററി മൈലേജാണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ ആ ഒരു കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ബൈക്കിൽ. അതുപോലെ പെർഫോമൻസും അവർ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഞാൻ ഇതിന് മുന്നുള്ള വെർഷൻ ഓടിച്ച സമയത്ത് നമുക്കൊരു 155 വരെ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മേലെ ഇത് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ബൈക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു 150 ടോപ്പ് എൻഡ് പറയണതെങ്കിലും നമുക്കിതിൻ്റെ ഇനീഷ്യൽ പിക്കപ്പും മിഡ് റേഞ്ച് ടോർക്ക് എന്നും പറയുന്നത് ഒരു എന്താ പറയുക ഒരു 500 to 600 cc പവർ വരുന്ന ഒരു ബൈക്കിനെ കിടപിടിക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു റൈഡ് ഫീലാണ്.
നിങ്ങൾ ഏതൊരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടില്ലെങ്കിലും അൾട്രാ വയലറ്റ് F77 Mark II എന്ന് പറയുന്ന ഈ ഒരു വണ്ടി നിങ്ങൾ ഒരു തവണയെങ്കിലും ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾ ഒരിക്കലും പറയില്ല ഇലക്ട്രിക് ബൈക്കുകൾക്ക് പെർഫോമൻസ് ഇല്ല എന്ന്. അമ്മാതിരി പവറാണ് ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി ഇതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടാണ്, ഫ്ലാറ്റാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ബൈക്ക് ഓടിക്കുന്നത് പോലെയും ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നത് പോലെയും അല്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുഡ് പാക്കിൻ്റെ പൊസിഷൻ കുറച്ച് റിയർ സെറ്റാണ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഹാർഡായിട്ടുള്ള സീറ്റാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ റൈഡറിന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. കുറച്ചൊരു മീഡിയം ഹാർഡായിട്ടുള്ള സീറ്റാണ്. പിലിയൻ കംഫർട്ട് എന്ന് പറയുന്നത് സിറ്റി റൈഡിലൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. പക്ഷേ സിംഗിൾ റൈഡാണ് ഇതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓവറോൾ റൈഡിങ് എർഗണോമിക്സ് ഒരു സിറ്റിയും ഹൈവേയും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സെറ്റപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ചാനൽ ABS ആണ്. അത് സ്വിച്ചബിളാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. നല്ല വലിപ്പമുള്ള ഡിസ്ക്കാണ്. റിയറിലെന്ന് പറയുന്നതും അത്യാവശ്യം ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്ക് ഫീഡ്ബാക്കാണ്. നമുക്കിപ്പം ABSൻ്റെ ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഓരോ മോഡലും ഡിഫറൻ്റ് ആയിട്ടാണ്. ബലിസ്റ്റിക് മോഡൽ വളരെ ഷാർപ്പാണ്. അതുപോലെ ഗ്ലൈഡിലും കോമ്പാറ്റിലും കുറച്ചൊരു പ്രോഗ്രസീവായിട്ടാണ്, അതായത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അത് 3 ലെവൽ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പം ആരെങ്കിലും നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുന്ന സമയത്ത് വണ്ടി അനക്കുകയോ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അലാം വരും. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അലർട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അൾട്രാ വയലറ്റിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാളിത് വണ്ടി എടുത്തുകൊണ്ട് പോയി, കീ ഓൾറെഡി ഉണ്ട്, നമുക്കിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് പോയി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അൾട്രാ വയലറ്റിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കതിനകത്ത് സിഗ്നൽ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് വണ്ടി ഇരിക്കുന്നതെന്നുള്ള ലൊക്കേഷനൊക്കെ ഡീറ്റെയിൽസ് അതിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെവിൾ ഭീകരനായ ബീസ്റ്റ് ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പല്ല് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, 2 കണ്ണുകൾ കാണാൻ പറ്റും. ഞാനിത് ഓൾറെഡി നമ്മളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മസ്കുലർ ആയിട്ടുള്ള ഒരു USD ഫോർക്കാണ് വരുന്നത്. റിയറിൽ മോണോഷോക്കാണ്. അത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. വലിയ മോട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കെലിട്ടൺ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാറ്ററി പാക്ക് ഇത്രയും വലിയൊരു ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയർ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടയർ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലൈഫുള്ള ടയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 110 സെക്ഷനും റിയറിൽ 150 സെക്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. MRFൻ്റെ ടയറാണ് വരുന്നത്. ഒരു ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇതുണ്ട്, ഹഗ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഗ്രിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീജൻ ഓൺ ചെയ്തിട്ടൊന്ന് നോക്കാം. ഇത്ര നേരം ഓഫ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഓടിച്ചത്. അൾട്രാ വയലറ്റ് ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റീജൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് വേണ്ട വിധം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 30% അഡീഷണൽ ബാറ്ററി റേഞ്ച് കിട്ടും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5 ലെവൽ നമുക്ക് റീജൻ യൂസ് ചെയ്തിട്ട് ഓടിച്ച് നോക്കാം. R5 സെലക്ട് ചെയ്തു. ഓക്കെ, റീജൻ ബ്രേക്കിംഗ്. നയൻത്ത് ലെവൽ എന്ന് പറയുന്നത് നല്ല രീതിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്ന് ഒട്ടും തോന്നത്തില്ല. ഓട്ടോമാറ്റിക്കലി വണ്ടി മോട്ടറിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിടിച്ച് നിർത്തുന്ന പോലെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന അതേ ഫീഡ്ബാക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാലിസ്റ്റിക് മോഡിലേക്കൊന്ന് മാറ്റാം. .7 സെക്കൻഡ്സിലാണ് 0 to 100 റീച്ച് ആവുന്നത് ബാലിസ്റ്റിക് മോഡിൽ. ഒരു രക്ഷയില്ല. അഡ്രിനാലിൻ റഷ് നമുക്കറിയാൻ പറ്റും ആ ഒരു മോഡിൽ. അതുപോലെ തന്നെ റീജൻ ഇതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീഡ്ബാക്കിൽ നമുക്ക് കിട്ടും. അതുപോലെ കൂടുതൽ നമുക്ക് ബാറ്ററി ബാക്കപ്പും കിട്ടും. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ തന്നെ 3 ലെവൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ T1, T2, T3 പെർഫോമൻസ് വൈസിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ഇതിൻ്റെ കൂടിയ ഒരു ട്രാക്ഷൻ സെറ്റപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഒരു മിഡായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ T2 ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ലോ മോഡിലും ലോ ട്രാക്ഷനിലും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്രാക്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനും ഓപ്ഷനുണ്ട്. പിന്നെ വരുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റാണ്. അതും നമുക്ക് ഓൺ ചെയ്തിടാൻ പറ്റും, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അതായത് കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ വണ്ടി സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഷോറൂം പ്രൈസ് വരുന്നത് 299 ആണ് ബേസ് വേരിയൻറ്റിന്. പിന്നെ ടോപ്പ് എൻഡ് മോഡലിന് 399. ഓൺ റോഡ് പ്രൈസ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ബേസ് വേരിയൻറ്റിന് 230-34 അടുത്ത് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് മോഡലിന് ഒരു 430 അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല ഇതിൻ്റെ ഒരു പെർഫോമൻസ്. ശരിക്കും അത് നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് ഓടിച്ച് ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഒരിക്കലെങ്കിലും ഇത് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണിത്. പക്ഷേ നമ്മളത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് എടുത്തൊന്ന് നിവർത്തുമ്പോൾ മാത്രമേ വെയിറ്റ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ വണ്ടി റൈഡ് ചെയ്ത് തുടങ്ങുമ്പം ഇങ്ങോട്ടും വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ നല്ല സ്റ്റെബിലിറ്റി കിടിലുമാണ്. പതിഞ്ഞിങ്ങനെ കിടക്കും. നല്ല ഹൈ സ്പീഡിൽ പോയാലും വണ്ടി നല്ല സ്റ്റേബിളാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡിലും വണ്ടി പതിഞ്ഞ് നിൽക്കും. ഹാൻഡ്ലിങ് നമുക്കൊന്ന് യൂസ്ഡ് ആയി കഴിയുമ്പം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ നടത്തണം, അതുപോലെ തന്നെ സിറ്റിയിലും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് അൾട്രാ വയലറ്റ് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇലക്ട്രിക് ബൈക്കുകളിൽ ലോങ് റൈഡ് പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നല്ലോ നമ്മളുടെ ഒരു പ്രോബ്ലം. അതിന് അൾട്രാ വയലറ്റ് സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി കുറേയധികം പ്രാവർത്തികമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അൾട്രാ വയലറ്റിൻ്റെ ഈ ഒരു വണ്ടി നമുക്ക് നല്ല രീതിക്കുള്ള ലോങ് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റ് റൈഡ് പോയിൻറ്റ്സും അവർ ഈ 2 monthsനുള്ളിൽ റെഡി ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് റൈഡ് എടുക്കാൻ പറ്റും. കുറേയധികം ഷോറൂമുകൾ ഇപ്പോൾ ഉടനെ തന്നെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ് ഉടനെ തന്നെ പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി കൊച്ചിയിൽ തന്നെ ഉടനെ തന്നെ വരും. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ന്യൂസായിരുന്നു അത്. ഇന്ന് അവരത് റിവീൽ ചെയ്തു. കൊച്ചിയിൽ ഉടനെ തന്നെ വരും. ഓൾറെഡി അതിൻ്റെ ഷോറൂമിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് 8 lakhs കിലോമീറ്റർ അല്ലെങ്കിൽ 8 years ആണ് അൾട്രാ വയലറ്റ് ഓഫർ ചെയ്യുന്നത്. അതൊരു രക്ഷയില്ല. അപ്പം എത്രത്തോളം ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററിയുടെ ഒരു ടെസ്റ്റ് നടത്തിയ സമയത്ത് അവർ പറഞ്ഞത് 95% പവർഫുൾ ആണ് ബാറ്ററി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്കും വിശ്വാസം അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത പവർ ഡെലിവറിയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഇരിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗീതം പോലെ ചേർക്കുക. അപ്പോൾ അടുത്ത് വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.